ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിർമ്മിക്കുന്നത് ഒരു ഡെക്കറേഷൻ റിബണാണ് കേട്ടോ. ഇതിന് നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ല, ഒരു റിബൺ മാത്രം മതി. നമ്മളിവിടെ അതിന് വേണ്ടി 5 മീറ്റർ റിബൺ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള റിബണാണ് കേട്ടോ. ഗോൾഡൻ കളറിലുള്ള റിബണാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു വീതിയിലുള്ള റിബണാണ്. നമുക്കിനി ഇതിൻ്റെ സെൻട്രൽ ഭാഗം എടുത്ത് ഇതുപോലെ ഒന്നങ്ങോട്ട് മടക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് എടുത്ത് കോണായിട്ട് ഇതുപോലെ അറ്റത്തോട്ട് മടക്കണം. ഇതുപോലെ മടക്കിയതിന് ശേഷം ആ ഭാഗം നമ്മളതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. കോണായിട്ട് മടക്കിയ റിബണിൻ്റെ അടിയിലോട്ട് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചതിന് ശേഷം ഈ ഭാഗം ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. മറ്റേ പീസ് ഇങ്ങോട്ട് മടക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗത്തിൽ വരും, മറ്റേ പീസ് ഇതേ ഇങ്ങോട്ടും മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒരു വി ഷേപ്പിൽ വരും കേട്ടോ. ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റിബൺ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഈ റിബൺ അങ്ങോട്ടും മറ്റേ റിബൺ ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കി കൊടുത്താൽ മതി. അപ്പം നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒത്തിരി സമയമൊന്നും വേണ്ട. ഇത് ഫുള്ളും നമ്മളിപ്പോൾ ഏകദേശം ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുറച്ചും കൂടി നമുക്ക് ചുറ്റാനുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ രീതിയിൽ റിബൺ നമുക്ക് ആയി കിട്ടും കേട്ടോ. നല്ല ഭംഗിയിൽ കിട്ടും. ഇപ്പോൾ നമ്മുടെ റിബൺ നമ്മൾ ഫുള്ളായിട്ടും ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു സൈഡ് ഇങ്ങോട്ട് മടക്കി മറ്റേ സൈഡും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് മടക്കിയിട്ട് ഇതിൻ്റെ അറ്റം അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കണം. ഇപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന അറ്റം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒരു സ്റ്റാപ്ലെയർ വെച്ച് നമുക്കിതൊന്ന് ഉറപ്പിച്ച് നിർത്താം. പശ വെച്ച് ഒട്ടിച്ചാലും മതി. ഞാനിവിടെ സ്റ്റാപ്ലെയർ വെച്ചാണ് ഉറപ്പിച്ച് നിർത്തുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റാപ്ലെയർ അടിച്ചിതൊന്ന് ഉറപ്പിച്ച് നിർത്താം. ഇപ്പം നമ്മുടെ ഡെക്കറേഷൻ റിബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മറ്റേ അറ്റവും ഇതുപോലെ തന്നെ സ്റ്റാപ്ലെയർ വെച്ച് ഉറപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അഴിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ റിബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു റിബൺ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.